അപൂർവ പുത്രന്മാർ സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാട്ടോ. ഈ സിനിമയെ സംബന്ധിച്ച് തന്നെയാണ്. അത് പറഞ്ഞതിന് ശേഷം ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രജിത്ത് ആൻഡ് ശ്രീജിത്ത് വിജയനാണ്. പിന്നെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നവർ രജിത്തും ശിവ അഞ്ചലും സജിത്തും കൂടിയാണ്. അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി എഴുതിയിരിക്കുന്ന ഈ കഥ ശരിക്ക് ഒരു സിനിമ, ഒരു കഥ എന്ന ലെവലിൽ നോക്കുമ്പോൾ ഒരു കോമഡിയായ ഫിലിമിനുള്ള കഥ എഴുതിയിരിക്കുന്നു. കുറേ ത്രില്ലിങ് അങ്ങനത്തെ വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ കഥ ശരിക്ക് ക്രൈസ്തവ സഭയെ കളങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു കഥയായിട്ടാണ് ഇവർ മൂന്ന് പേരും എഴുതിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന പോലെ, ഈ സിനിമയിലുള്ള പോലെ ക്രൈസ്തവ സഭയിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായിട്ട് പോകുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ ലൂടെ അവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടും അവർക്ക് ഡോക്ടർമാർ പോലും കൈവിട്ട രോഗങ്ങൾ പോലും അവരവിടെ പോയി പ്രാർത്ഥിക്കുന്നത് വഴി വിട്ടുമാറുന്നത് കൊണ്ടും കടബാധ്യതകളൊക്കെ ഒഴിയുന്നത് കൊണ്ടും അവർക്ക് ഫുൾ ആയിട്ട് ആത്മാവിന് ആ ഒരു വിടുതൽ ലഭിക്കുന്നത് കൊണ്ടും തന്നെയാണ് അവിടെ ജനങ്ങൾ വീണ്ടും പോകുന്നതും അവർ വഴി അവരുടെ അനുഭവങ്ങൾ അറിഞ്ഞ് കൂടുതൽ ജനങ്ങൾ അവിടേക്ക് പോകുന്നതും. അങ്ങനെ തന്നെയാണ് ക്രൈസ്തവ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെല്ലാൻ ഈ സിനിമയിലെ പോലെയുള്ള മണ്ടന്മാരല്ല ജനങ്ങൾ. ആദ്യം തന്നെ അത് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. സിനിമ എടുത്തവരുടെ ആ ഒരു കഥ എഴുതുന്നവർ ബുദ്ധിമാന്മാരും ബാക്കി ഈ ലോകത്തിലുള്ള ബാക്കി എല്ലാ വിശ്വാസികളും മണ്ടന്മാരാണെന്ന് കരുതിയാൽ അത് തെറ്റാണ്. അങ്ങനെ കരുതി എന്ന് ഞാൻ പറയുന്നില്ല. ഈ കഥ എഴുതിയവരെ ഇവർ കോമഡിക്ക് വേണ്ടി എടുത്തതായിരിക്കാം. പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്നതെന്ന് നേരിട്ടറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് തുടക്കത്തിലേ പറയുന്നത്. ജനങ്ങൾ മണ്ടന്മാരല്ല, അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സഭയിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ജനങ്ങൾ കടന്നു ചെല്ലുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ഇതര മതസ്ഥർക്ക് പോലും അറിയാവുന്ന സത്യമാണ്. കാരണം ഇതര മതസ്ഥർ പോലും ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. അപ്പോൾ ഈ സിനിമ ഞാൻ കണ്ടു പോയപ്പോൾ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെയാണ് സിനിമ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എനിക്ക് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇനി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഒന്നാമത് ലാലു അലക്സ് ചേട്ടൻ. കക്ഷി ഇതിലെ ഈ തൊമ്മനും മക്കൾ സിനിമയിൽ രാജൻ പി ദേവില്ലേ, അതുപോലത്തെ ഒരു കഥാപാത്രമാണ്. നോർമലായിട്ടാണ് ഇടവേള വരെ ആ കഥാപാത്രം നന്നായിട്ടുണ്ട്. ലാലു അലക്സ് ചേട്ടൻ്റെ അതുവരെയുള്ള അഭിനയം നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതൊരു വേറെ ഒരു കഥയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു കുടുംബ ഫാമിലി ലെവലിൽ പോകുന്ന ഒരു കഥയാണ്. അങ്ങനെ തന്നെ ഇടവേള വരെ പോയത്. അപ്പോൾ പുത്രന്മാരായ ജിജോ ആൻഡ് ജിൻഡോ, അതായത് ജിജോ ബിബിൻ ജോർജ് ആണ്, ജിൻഡോ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അവരുടെ കാര്യങ്ങളും അങ്ങനെ ചിരിയും കളിയുമായിട്ട് അങ്ങനെ പോവാണ്. പെട്ടെന്ന് ഇടവേളയ്ക്ക് കുറച്ച് മുമ്പ് മുതൽ ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെയും കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൂര മണ്ടത്തരം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇവർ മൂന്ന് പേരും കൂടി, അതായത് രജിത്തും സജിത്തും ശിവ അഞ്ചലും കൂടി എഴുതിയിരിക്കുന്ന കഥ പോലെ ഒരു കഥ ഭൂലോകത്തിൽ ഇന്നേ വരെ ആരും എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ ഇടവേളയ്ക്ക് പുറത്തെത്തിയപ്പോൾ പുറത്തുള്ള ആൾക്കാരോട് ഞാൻ ഇതുതന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥ, ഇങ്ങനെ ഒരു സംഭവം ലോകത്ത്. അപ്പോൾ അയാളും ഒരേ ചിരിയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഇടവേള കഴിഞ്ഞ് ഇവർ എന്താവും ചെയ്യാമെന്ന് എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയാണ് പോയി നിൽക്കുന്നത്. ഇടവേള കഴിഞ്ഞ് കയറിയത് മുതൽ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്തവ സഭയിലെ അങ്ങനത്തെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ സിനിമയായി മാത്രം കണ്ടുകൊണ്ട്, വെറും ഒരു കഥയായി മാത്രം കണ്ടുകൊണ്ട് ഈ സിനിമ കണ്ടിരുന്നപ്പോൾ ഞാൻ സിനിമാ തിയേറ്ററിൽ പൊരിഞ്ഞ ചിരിയായിരുന്നു.
ഞാൻ മാത്രമേ ചിരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് ചിരി കാര്യമായിട്ട് വരുന്നില്ല. കാരണം അവർക്ക് ഈ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ക്രൈസ്തവ സഭയിലെ ശുശ്രൂഷകളും കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. അത് ഇവർ ഈ രീതിയിൽ കാണിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് അറിയാത്തതുകൊണ്ട് അങ്ങനെ ചിരിച്ചു കൊള്ളണം എന്നില്ല. പക്ഷേ എന്നെപ്പോലുള്ളവർ കയറിയ എന്തായാലും ചിലപ്പോൾ ചിരി വരും. ഞാൻ ചിരിച്ചു, പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. അവർ അതിനെതിരെ സംസാരിക്കാനാവും സാധ്യത. കാരണം അങ്ങനെ ഒരു കഥയാണിത്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ബിബിൻ ജോർജിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ചിരി വരികയാണ്. എല്ലാം അന്തം വിട്ട ലെവലിലാണ് പുള്ളി നോക്കുന്നതും. അങ്ങേരുടെ ആ ഭാവങ്ങൾ മൊത്തം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങേരുടെ മുഖം കണ്ടാലേ എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണനും അതേപോലെ തന്നെ, രണ്ടുപേർക്ക് ഈക്വൽ വേഷം തന്നെയാണ്. അപ്പോൾ സിനിമ ആ ഒരു ഇടവേളയ്ക്ക് മുമ്പ് മുതൽ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ആരും ഇതുവരെ ഇങ്ങനെ ഒരു കഥ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അതൊരു വെറൈറ്റി തന്നെയാണ് തോന്നുക ഈ സിനിമ കാണുമ്പോൾ കേട്ടോ. അതിനുശേഷം പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ചിരിക്കാതിരിക്കില്ല. കാരണം ഇതിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്നവർക്ക്, ശുശ്രൂഷകളെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ ചിരിക്കാതിരിക്കില്ല. അങ്ങനെയാണ് സിനിമ പോകുന്നത്. ചിരിക്കാൻ വേണ്ടി ഇവർ ഈ കഥ എഴുതിയതാണെങ്കിൽ ഓക്കെ, ഞാനതൊന്നും പറയില്ല. പക്ഷേ അവസാനം സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ ഒരു ബൈബിളിലെ വചനമൊക്കെ എഴുതി കാണിച്ചു. അത് വായിക്കുന്നതിന് മുമ്പേ അത് പോയി. ഞാനത് എന്താണെന്ന് വായിക്കാൻ ശരിക്കും പറ്റിയില്ല, അപ്പോഴേക്കും മിന്നിമാഞ്ഞു പോയി. ഈ ഒരു കഥയെ ഒരു റിയാലിറ്റിയുമായിട്ട് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയണമല്ലോ. ഇടവേള മുതലുള്ള ആ കാര്യങ്ങളൊക്കെ പുതുമയുള്ള കാര്യമായതുകൊണ്ട് ത്രില്ലിങ്ങോടെ തന്നെയാണ് സിനിമ പോകുന്നത് കേട്ടോ. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന വേഷങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ വേഷവും, ലാലു അലക്സ് ചേട്ടൻ പൊളിയാണിതിൽ. ബിബിൻ ജോർജും ഇടവേള കഴിഞ്ഞാൽ മോന്ത കണ്ടാൽ തന്നെ ചിരി വരികയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനും അതേപോലെ തന്നെയാണ്. പുള്ളി ഡാൻസും അതേപോലെ ആക്ഷനൊക്കെ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. വെറുതെ ചിരിച്ചിട്ട് അങ്ങനെ പോരാ അങ്ങനെ ഒരു സിനിമ.